EM നജീബ, ടൂറിസം മേഖലയെ കൂടി പ്രതിനിധീകരിക്കുന്ന ഒരാളാണ് താങ്കൾ. അപ്പോൾ ഇതിൽ എടുത്തു പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, കേരളത്തിൽ പിൽഗ്രിം ടൂറിസം, അത് ഇന്ത്യയിലെ പിൽഗ്രിം ടൂറിസത്തിന് പ്രത്യേക പ്രാധാന്യം നൽകും, അത് പിന്നെ പ്രോത്സാഹിപ്പിക്കും എന്ന രീതിയിലുള്ള പരാമർശം ധനകാര്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അത് ഏറ്റവും കൂടുതൽ കേരളത്തിനല്ലേ പ്രയോജനപ്പെടുക? നേരത്തെ തന്നെ, അതായത് ഞാനിപ്പോഴും ഓർക്കുകയാണ്, നമ്മുടെ KC വേണുഗോപാൽ കേരളത്തിലെ ടൂറിസം മന്ത്രിയായിരിക്കുമ്പോൾ ഇങ്ങനെയൊരു പദ്ധതിയെക്കുറിച്ച് ആലോചിച്ചിരുന്നു, പക്ഷേ അത് യാഥാർത്ഥ്യമായില്ല. അപ്പോൾ ഈ ടൂറിസം വികസിപ്പിക്കുന്നതോടൊപ്പം പിൽഗ്രിം ടൂറിസത്തിൻ്റെ വികസനത്തിനായി പ്രത്യേക പദ്ധതികൾ ആവിഷ്കരിക്കും എന്നൊരു പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നു. അല്ല, ടൂറിസം മേഖലയെ നോക്കിക്കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ടൂറിസം മേഖലയെപ്പറ്റി വലുതായിട്ട് ഈ ബഡ്ജറ്റുകൾ പ്രതിപാദിക്കാറില്ല സെൻട്രൽ ഗവൺമെൻറ്. എന്തെങ്കിലും ഒരു പാസിംഗ് റിമാർക്ക് പറഞ്ഞിട്ടാണ് പോകുന്നത്. പക്ഷേ ഇപ്രാവശ്യം ധനകാര്യമന്ത്രി പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട സെക്ടറിലൊന്ന് ടൂറിസമാണ്. അതൊരു പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റാണ്. കാര്യം ടൂറിസം പറയുകയും അത് എംപ്ലോയ്മെൻറ്റ് ജനറേഷന് വളരെയധികം സഹായകമായ മേഖലയാണെന്ന് ധനകാര്യമന്ത്രി അംഗീകരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. കാര്യം നമ്മളെല്ലാം ഇൻഡസ്ട്രിയിലുള്ള എല്ലാവരും തന്നെ വർഷങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നൊരു കാര്യമാണ്. കാര്യം ടൂറിസം മേഖലയിൽ വളരെ കാര്യമായിട്ടുള്ള എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ ഉണ്ടാകും. ഇപ്പോൾ കോവിഡ് കഴിഞ്ഞിട്ട് ഒരുപാട് ഈ എംപ്ലോയ്മെൻറ്റ് നഷ്ടപ്പെട്ടൊരു മേഖല കൂടി ടൂറിസമാണ്. അപ്പോൾ അതിപ്പോൾ റീകൂപ്പ് ചെയ്ത് പതുക്കെ നോർമൽ സിറ്റുവേഷനിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ബഡ്ജറ്റിൽ ധനകാര്യമന്ത്രി നൽകിയിരിക്കുന്ന ഒരു പ്രധാന മെസ്സേജ് എന്ന് പറഞ്ഞാൽ പിൽഗ്രിം ടൂറിസമാണ്. അതെ, പിൽഗ്രിം ടൂറിസം ഒന്ന് ബുദ്ധ് ഗയ ഫോക്കസ് ചെയ്തിട്ട് ആ ഏരിയ, ആ റീജിയൻ മുഴുവൻ ഡെവലപ്പ് ചെയ്യുക. നളന്ദ ഫോക്കസ് ചെയ്തിട്ട് ആ റീജിയൻ മുഴുവൻ ഡെവലപ്പ് ചെയ്യുക. ഇങ്ങനെ ഒരു രണ്ട് പ്രധാനപ്പെട്ട പദ്ധതികളാണ് പിന്നെ ഫിനാൻസ് മിനിസ്റ്റർ പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും ആ മേഖലയിൽ പിൽഗ്രിം ടൂറിസം നല്ലതായി വരാനുള്ള സാധ്യതയാണ് കാണുന്നത്. കാര്യം ഒരുപാട് ഇൻ്റർനാഷണൽ ടൂറിസ്റ്റ് ഈ ബുദ്ധ് ഗയയിലേക്ക് വരുന്നുണ്ട്. അതുപോലെ നളന്ദ യൂണിവേഴ്സിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യുമ്പോഴത്തേക്ക് അവിടെയും അതുപോലെ തന്നെയുള്ള പ്രാധാന്യം ഉണ്ടാകും. ഒരു ഓൾ ഇന്ത്യ ലെവലിൽ പിൽഗ്രിമേജ് ടൂറിസത്തിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞിട്ടില്ല, ബഡ്ജറ്റിൽ പറഞ്ഞിട്ടില്ല. അതിനിപ്പോൾ ഡീറ്റെയിൽസ് വായിച്ച് നോക്കിയാലേ അറിയാനൊക്കത്തുള്ളൂ. ഇപ്പോൾ നമ്മുടെ സ്റ്റേറ്റ് പിന്നെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ സ്റ്റേറ്റ് ടൂറിസം മിനിസ്റ്ററായിട്ടുള്ള ശ്രീ സുരേഷ് ഗോപി, ട്രിവാൻഡ്രത്തുള്ള മിനിസ്റ്റർ, അദ്ദേഹം തന്നെ പറഞ്ഞത് എന്താണ്, വേളാങ്കണ്ണി മുതൽ ഉള്ള ഒരു പിൽഗ്രിമേജ് സർക്യൂട്ട് പ്രപ്പോസ് ചെയ്യുന്നുണ്ടെന്നാണ് പുള്ളി പറഞ്ഞത്. നേരത്തെ ശിവഗിരി ഒരു സർക്യൂട്ട് പ്രപ്പോസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ടെമ്പിൾ ടൂറിസം എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഡെഫിനറ്റായിട്ടും നമ്മുടെ കൾച്ചറൽ ടൂറിസത്തിന് സാന്നിധ്യം നൽകും, അതിനകത്തൊരു സംശയമില്ല. അതുപോലെ തന്നെയുള്ള മറ്റ് മോണ്യുമെൻറ്റ്സും മറ്റ് പിൽഗ്രിമേജ് സെൻറ്റേഴ്സും മറ്റ് റിലീജിയസ് പിൽഗ്രിമേജ് സെൻറ്റേഴ്സും ഇസ്ലാമിക് ആയിട്ടുള്ളതും ക്രിസ്ത്യാനിറ്റി ഉള്ള അവരുടെ പിൽഗ്രിമേജ് സെൻറ്റേഴ്സും എല്ലാം ചേർത്തുകൊണ്ടുള്ള ഒരു പിൽഗ്രിമേജ് ടൂറിസം തീർച്ചയായിട്ടും ഇന്ത്യയിൽ ശക്തമായി കൊണ്ടുപോകാൻ സാധിക്കും. അത് ഡൊമസ്റ്റിക് ടൂറിസത്തിന് നല്ലൊരു ഫോക്കസ് നൽകും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അതാണ് ഒരു പോയിന്റ് ടൂറിസത്തെ പറ്റി പറയാറ്. രണ്ടാമത്, ടൂറിസത്തിൻ്റെ കുറേ ഡിമാൻഡ്സുകൾ ഉണ്ടായിരുന്നു. കുറേ ഡിമാൻഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ കാലങ്ങളായിട്ട് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോറിൻ എക്സ്ചേഞ്ച് ഏണിംഗ് എന്ന് പറയുന്നത് സബ്സ്റ്റാൻഷ്യലാണ് ടൂറിസം എന്നുള്ളത്. ആ സബ്സ്റ്റാൻഷ്യൽ ഏണിങ്സ് ടൂറിസം മേഖലയിൽ വരുമ്പോൾ അതൊരു എക്സ്പോർട്ട് ഇൻഡസ്ട്രി സ്റ്റാറ്റസ് കൊടുക്കണമെന്ന് പറയുന്നുണ്ടായിരുന്നു. കാര്യം വെച്ചാൽ ബാക്കിയുള്ള എല്ലാ എക്സ്പോർട്ട് ഇൻഡസ്ട്രിയും ഇമ്പോർട്ട് ബേസ് ചെയ്തിട്ടുള്ള എക്സ്പോർട്ട് ഇൻഡസ്ട്രീസാണ്. അവർ റോ മെറ്റീരിയൽസ് ഇമ്പോർട്ട് ചെയ്യും, അത് ഫൈൻ ട്യൂൺ ചെയ്യും, എക്സ്പോർട്ട് ചെയ്യും, അല്ലെങ്കിൽ കുറച്ച് മേഖല അല്ലാതെയും പോകും. പക്ഷേ ടൂറിസത്തെ സംബന്ധിച്ചിടത്തോളം ഈ നമ്മുടെ ഫോറിൻ എക്സ്ചേഞ്ച് ഏണിംഗ് എന്ന് പറയുന്നത് 100% ഇൻബൗണ്ടാണ്. ഒരു എക്സ്പോർട്ട് ആയിട്ടുള്ള കാര്യങ്ങളും അതിനകത്ത് വരുന്നില്ല, എക്സെപ്റ്റ് ഈ ഹോട്ടൽ മെഷീൻസോ അങ്ങനെ മെഷീനറിയോ എന്തെങ്കിലും വരികയാണെങ്കിൽ മാത്രമേ അത് വരുന്നുള്ളൂ. അപ്പോൾ ഒരു എക്സ്പോർട്ട് ഇൻഡസ്ട്രി സ്റ്റാറ്റസ് ഒരു കാര്യം നമ്മൾ പറഞ്ഞിട്ട് അത് ഡിക്ലെയർ ചെയ്തില്ല. രണ്ടാമതൊരു കാര്യം, പ്രധാനമായിട്ട് നമ്മൾ പറയുന്നൊരു കാര്യം, ഈ ദർ ഇസ് ഒരു ലോട്ട് ഓഫ് കാസ്കേഡിങ് ഇഫക്റ്റ് ഓൺ GST ഓൺ ടൂറിസം ഉണ്ട്. അത് പിന്നെ ഹോട്ടൽസ് ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷനും ടൂർ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻസും വളരെ ശക്തമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ആ കാസ്കേഡിങ് എഫക്റ്റ് മാറ്റണം. കാര്യം നിങ്ങൾ 18% വരെയാണ് വന്നേക്കുന്നത്, അത് ഒരു റീസണബിൾ പെർസെൻറ്റേജ് ആക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ ഇൻ്റർനാഷണൽ ഡെസ്റ്റിനേഷൻസുമായിട്ട് നോക്കുമ്പോൾ ഇന്ത്യ വിൽ ബി പ്രൊജക്റ്റഡ് ആസ് എൻ എക്സ്പെൻസീവ് ഡെസ്റ്റിനേഷൻ. അപ്പോൾ നമ്മുടെ കമ്പീറ്റിംഗ് കൺട്രീസ് എന്ന് പറയുന്നത് ഫാർ ഈസ്റ്റ് കൺട്രീസ് ഉണ്ട്, മിഡിൽ ഈസ്റ്റ് കൺട്രീസ് ഉണ്ട്, പിന്നെ സർട്ടൻ യൂറോപ്യൻ കൺട്രീസ്. അവിടെ എല്ലാം തന്നെ ഈ ടാക്സേഷൻ ലെവൽ വളരെ കുറവാണ്. അത് ശ്രദ്ധിച്ചില്ല, അല്ലെങ്കിൽ അതിനൊരു കാര്യമായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് വന്നിട്ടില്ല എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. പക്ഷേ അതോടൊപ്പം തന്നെ GST, ഇപ്പോൾ രഘു പറഞ്ഞതുപോലെ GSTയുടെ കാര്യത്തിൽ ഒരു റീതിങ്കിങ് ഉണ്ടാകും എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ്, ഒരു പാസിംഗ് റിമാർക്ക് ഫിനാൻസ് മിനിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത്
ദാറ്റ് മീൻസ് അതിനകത്ത് റിവിഷൻ വരികയാണെങ്കിൽ ടൂറിസം മേഖലയ്ക്ക് അർഹമായ പ്രാതിനിധ്യം നൽകാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ടൂറിസം മേഖലയെ വലിയ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. നമുക്ക് പ്രധാനമെന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻ്റർനാഷണൽ ടൂറിസം അറൈവൽ ഈ കോവിഡിന് ശേഷം നമ്മൾ ഉദ്ദേശിക്കുന്ന ലെവലിലേക്ക് വന്നിട്ടില്ല ഇന്ത്യയിൽ. അത് ടൂറിസം മിനിസ്ട്രിക്കും അറിയാം, ടൂറിസം ഇൻഡസ്ട്രിക്കും അറിയാം, ഗവൺമെൻറ്റിനും അറിയാം. അത് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരുപാട് കാര്യങ്ങൾ ഗവൺമെൻറ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇൻ ഇഫക്റ്റ് അത് വരണമെന്നുണ്ടെങ്കിൽ ഡെസ്റ്റിനേഷൻ ഷുഡ് ബി റീസണബിളി പ്രൈസ്ഡ്. മനസ്സിലായില്ലേ? ഇപ്പോൾ ഹോട്ടൽസ് എല്ലാം തന്നെ എക്സോബറൻ്റ്ലി പ്രൈസ്ഡ് ആണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്പർ ഓഫ് റൂംസ് അവൈലബിലിറ്റി ആൻഡ് നമ്പർ ഓഫ് റൂംസ് ഡിമാൻഡ്സും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിൽ ഹോസ്പിറ്റാലിറ്റി സെക്ടറിൽ വളരെ സബ്സ്റ്റാൻഷ്യൽ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഇൻ്റർനാഷണൽ ഇൻവെസ്റ്റേഴ്സിൽ നിന്ന് വരികയാണെങ്കിൽ, അല്ലെങ്കിൽ ബ്രാൻഡഡ് ചെയിൻസ് നിന്ന് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ റേറ്റ്സ് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ ഇൻ്റർനാഷണൽ ടൂറിസ്റ്റിന് ഒരു അഫോർഡബിൾ ഡെസ്റ്റിനേഷനായിട്ട് ഇന്ത്യ മാറാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ വലിയ കോമ്പറ്റീഷനാണ് ഇൻ്റർനാഷണൽ ടൂറിസത്തിന് വേണ്ടി എല്ലാ രാജ്യങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നത് ആഫ്റ്റർ കോവിഡ്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കണം. വളരെ സബ്സ്റ്റാൻഷ്യൽ ആയിട്ടുള്ള ഓഫേഴ്സാണ് എല്ലാ രാജ്യങ്ങളും നടക്കുന്നത്. എല്ലാ രാജ്യങ്ങളിലും മാർക്കറ്റിംഗ് വളരെ അഗ്രസീവാണ്. നമ്മുടെ അൺഫോർച്ചുനേറ്റ് സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യ ടൂറിസം ഓഫീസേഴ്സ് അറ്റ്ലീസ്റ്റ് മിക്കവാറും രാജ്യങ്ങളിലും കോണ്ടിനെൻസിലും ഉണ്ടായിരുന്നു. അത് മുഴുവൻ തന്നെ ഈ ഗവൺമെൻറ് സ്റ്റോപ്പ് ചെയ്തിട്ട് ഇന്ത്യൻ എംബസിയിലെ ഒരു ഓഫീസറെയാണ് ടൂറിസം പ്രൊമോഷന് വേണ്ടി ഇപ്പോൾ നിയോഗിച്ചിരിക്കുന്നത്. അത് ഒരു നെഗറ്റീവ് ഡിസിഷനായിരുന്നു. അതിനകത്ത് പറയാതിരിക്കാൻ കഴിയില്ല. കാര്യം അത് കാരണം ഒരു ഇൻ്റർനാഷണൽ ടൂറിസം പ്രൊമോഷൻ കാര്യമായി നടക്കുന്നില്ല. മറ്റേത് അത് മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് ഇന്ത്യ ടൂറിസം ഓഫീസേഴ്സും അതിനുവേണ്ടിയുള്ള ഓഫീസേഴ്സും അവർ ഈ ഓരോ രാജ്യത്തെയുള്ള ട്രേഡുമായിട്ടും വളരെ ശക്തമായ ബന്ധം സ്ഥാപിച്ചുകൊണ്ടാണ് ഈ ടൂറിസ്റ്റുകളെ ഇന്ത്യയിലേക്ക് ആകർഷിച്ചുകൊണ്ടിരുന്നത്. അതിപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്കിപ്പോൾ ഡൊമസ്റ്റിക് ടൂറിസ്റ്റ്, പ്രൈം മിനിസ്റ്റർ തന്നെ പറയുക ഡൊമസ്റ്റിക് ടൂറിസം നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം. അതിപ്പോൾ ഡൊമസ്റ്റിക് ടൂറിസത്തിലേക്ക് നമ്മൾ തിരിഞ്ഞിരിക്കുകയാണ്. പക്ഷേ ഡൊമസ്റ്റിക് ടൂറിസം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഇമ്പാക്റ്റ് എംപ്ലോയ്മെൻറ്റ് ജനറേഷനും ഉണ്ടാകില്ല, ഫോറിൻ എക്സ്ചേഞ്ച് ഏണിംഗ് ഉണ്ടാകത്തില്ല. അപ്പോൾ അത് ബാലൻസ് ചെയ്ത് പോയാൽ മാത്രമേ നമുക്ക് അതിലുള്ള പ്രയോജനം ഉണ്ടാകൂ. അതിനുവേണ്ടിയുള്ള റീത്തിങ് ഗവൺമെൻറ് ഡെഫിനറ്റായിട്ട് ചെയ്യേണ്ടതാണ്. ചെയ്യുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതാണ് ടൂറിസത്തെ പറ്റി പ്രധാനമായിട്ട് പറയാനുള്ളത്.